ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനായി ഇതാ ഒരു ഹോട്ടൽ. ഇടവട്ടം പൂജപ്പുര ക്ഷേത്രത്തിന് പുറകുവശത്തായി കേബിൾ ജംഗ്ഷന് താഴെ ചെല്ലം റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സെൻറ്റർ. 5 രൂപയ്ക്ക് ചായയും പൊരിപ്പും കിട്ടും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. രാവിലെ 6 മണിക്ക് തന്നെ പ്രഭാത ഭക്ഷണമായ അപ്പം, ഇഡലി, ദോശ, പൊറോട്ട, കൂടെ കറികളായ കിഴങ്ങ് കറി, കടലക്കറി, ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, ചമ്മന്തി, സാമ്പാർ എന്നിവ റെഡി. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഊണ് തയ്യാറാകും. ഊണിൻ്റെ ചാർജ് 80 രൂപയാണ്. വറുത്ത മീൻ ഉൾപ്പെടെയാണ് ഈ തുക വരുന്നത്. വൈകുന്നേരമാകുമ്പോൾ തട്ടുദോശ, പൊറോട്ട, അതിനുള്ള കറിയും ഇവിടെ ലഭ്യമാണ്. ഓർഡർ അനുസരിച്ച് ബിരിയാണിയും ചെയ്തു കൊടുക്കും. കടയുടെ മുൻഭാഗത്ത് വിവിധതരം ചെടികൾ കൊണ്ട് അലങ്കൃതമായ വിറകടുപ്പിലാണ് ഇവിടെ പാചകം എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി വാഴയിലയിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ തുടങ്ങിയ കട ഇപ്പോൾ 75 വർഷം പൂർത്തിയാക്കി നിൽക്കുകയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്താം. കൂടാതെ കിടപ്പ് രോഗികൾക്കും സാമ്പത്തിക ശേഷി ഇല്ലാത്ത എല്ലാവർക്കും ഇവിടെ ഭക്ഷണം സൗജന്യമായി നൽകുമെന്ന് ഉടമ കൂടിയായ മോഹനൻ പിള്ള പറയുന്നു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. 4 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിഞ്ഞതിൽ ആത്മസംതൃപ്തിയിലാണ് ഉടമയായ മോഹനൻ പിള്ള. ഒരു തവണയെങ്കിലും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവർ വീണ്ടും എത്തുമെന്നാണ് പറയുന്നത്. നമ്മൾ 4 പത്തിരി, ബീഫ് കറി 70 രൂപ, ചിക്കനും സെയിം അതേ റേറ്റിലാണ് കൊടുക്കുന്നത്. വട, ചായ 10 രൂപ, വട 5 രൂപ, ചായ 5 രൂപ, എല്ലാ പൊരിപ്പ് ഐറ്റങ്ങളെല്ലാം 5 രൂപ, ചായ 5 രൂപ, കടി ചായ 10 രൂപയ്ക്ക് കിട്ടും. പിന്നെ അതുപോലുള്ള ഐറ്റങ്ങൾ ഊണ് 80 രൂപ. നമ്മൾ ഡെലിവറി ഉണ്ട്, നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. അത് നമ്മൾ ഓർഡർ വിളിച്ച് പറഞ്ഞാൽ ഒരു ഊണായിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും. എത്ര ദൂരം ഉണ്ടെങ്കിലും നമ്മളൊരു ഈ ബൗണ്ടറിക്ക് അതൊരു 3 കിലോമീറ്ററിനകത്ത് വരെ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അത് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. നല്ല ഐറ്റം കറികൾ, ഒരു 5 ഐറ്റം തൊടു കറികൾ, കപ്പ, മീൻ കറി, മീൻ വറുത്തത് എല്ലാം അതിനകത്തുണ്ടാവും, ഉൾപ്പെടും. 80 രൂപയ്ക്ക്. അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഊണാണ്. നമ്മൾ നാടൻ ഊണ് സ്ത്രീകൾ പാചകിക്കുന്നില്ല, വിറയിൽ പാചകിച്ച് ഉണ്ടാക്കുന്ന ഊണാണ്. അപ്പോൾ അങ്ങനെയുള്ള ഊണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, അപ്പം, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണികളുണ്ട്. ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് വെറൈറ്റി ബിരിയാണികളാണ്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ്. അനുഭവസ്ഥരുണ്ട് ഇവിടെ, നമുക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അനുഭവസമ്പന്നമായ ഒരു കടയാണ്. 75 വർഷത്തെ പാരമ്പര്യമുള്ളൊരു കടയാണ് ഇത്. 75 വർഷമായി കട തുടങ്ങിയിട്ട് നമ്മൾ. ഞാൻ അച്ഛനും അമ്മയൊക്കെ പട്ടിണി കിടന്നുണ്ടാക്കിയ ഒരു പട്ടിണിയിൽ നിന്ന് ഉയർന്നൊരു കടയാണ്. അപ്പോൾ നമ്മൾ നശിപ്പിക്കത്തില്ല ഇനി അത്. അതിന് എത്ര വർഷം ചെയ്താലും നമ്മൾ പൈസ ലാഭം നോക്കിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം, ഇല്ലായ്മക്കാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം. അത് നമ്മൾ പൈസ വാങ്ങിക്കത്തില്ല. ഒരു ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ അസുഖങ്ങൾ പിടിച്ച് കിടക്കുന്നവർക്കൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് ഭക്ഷണം. അത് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയല്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ പഠിപ്പിച്ചൊരു രീതി അനുസരിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി എനിക്കുണ്ട്. നമ്മൾ പൈസ മാത്രം, ലാഭം മാത്രം നോക്കിയുള്ള ഒരു പരിപാടിയും ഞാൻ ചെയ്തിട്ടില്ല ഇതുപോലെ ബിസിനസ്സിനകത്ത്. അപ്പോൾ നമ്മളിത് കാണുന്നവർ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സമാധാനത്തോടെ കഴിക്കാം, നല്ലൊരു അന്തരീക്ഷത്തിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ അന്തരീക്ഷമാണെന്ന്. നല്ല വൃത്തിയോടെ കഴിക്കാം. നമ്മളെല്ലാത്തിനകത്ത് നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ടാണ്, ഭക്ഷണത്തിനകത്ത് എല്ലാം ടേസ്റ്റ് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇലയിലല്ല ഊണല്ല ഇലയില്ല. അതുപോലെ തന്നെ കൊടുക്കുന്നതെല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ കഴിവ് പിന്നെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള നമ്മുടെ ഇലയിലുള്ള പരിപാടികളാണ്. പഞ്ചായത്തിനൊന്നും ദ്രോഹം ഉണ്ടാകാത്ത രീതിയിൽ, ആർക്കും ഒരു ദ്രോഹം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നത്, ജനങ്ങൾക്കും ദ്രോഹം ഇല്ലാത്ത രീതിയിൽ. കൂടുതലും വിറകിനകത്താണ് പാചകിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഇങ്ങനെയുള്ള പൊറോട്ട, ഇങ്ങനെയുള്ളത് കരിയാത്ത സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഗ്യാസിനകത്ത്.